ചൂട് കൂടിയതോടെ കടലിൽ മത്സ്യമില്ലാതെ നട്ടം തിരിയുന്ന തീരദേശ മത്സ്യത്തൊഴിലാളികൾക്ക് ഇരട്ടടിയായി മണ്ണെണ്ണ വില വർധനയും. സബ്സിഡി നിരക്കിലുള്ള മണ്ണെണ്ണ 2 മാസമായി കിട്ടാനില്ലാതായതോടെ കടലിൽ വള്ളമിറക്കാനാവാതെ മത്സ്യത്തൊഴിലാളികൾ പട്ടിണിയിലാണ്. സർക്കാർ അംഗീകരിച്ച 14,342 എഞ്ചിനുകൾക്ക് മത്സ്യഫെഡിന്റെ പമ്പുകൾ വഴിയാണ് പ്രതിമാസം 140 മുതൽ 190 ലിറ്റർ വരെ മണ്ണെണ്ണ സബ്സിഡി നിരക്കിൽ നൽകുന്നത്. ഇങ്ങനെ നൽകുന്ന വെള്ള മണ്ണെണ്ണ ലിറ്ററിന് 80 രൂപ നിരക്കിലാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് വാങ്ങുമ്പോൾ മുഴുവൻ തുകയും അടയ്ക്കണം. സബ്സിഡി പിന്നീടാണ് ലഭിക്കുന്നത്. സബ്സിഡി നിരക്കിൽ ലഭിക്കുന്ന മണ്ണെണ്ണ വിരലിലെണ്ണാവുന്ന ദിവസങ്ങളിലെ മത്സ്യബന്ധനത്തിന് മാത്രമേ തികയൂ. മാസത്തിന്റെ ബാക്കി ദിവസങ്ങളിൽ ഉയർന്ന വിലയ്ക്ക് മണ്ണെണ്ണ വാങ്ങി മത്സ്യബന്ധനത്തിന് ഇറങ്ങേണ്ടി വരും. സബ്സിഡി മണ്ണെണ്ണയിൽ ലഭിക്കാതായതോടെയാണ് ലിറ്ററിന് 103 രൂപയ്ക്ക് പുറം മാർക്കറ്റിൽ നിന്ന് ലഭിച്ചിരുന്ന നീല മണ്ണെണ്ണയുടെ വില 52.37 രൂപ വർദ്ധിച്ച് 155.37 രൂപയായത്. ജസ്റ്റിസ് JB കോശി കമ്മീഷന്റെ ശുപാർശയുടെ അടിസ്ഥാനത്തിലാണ് ഇതുവരെ മേഖലയ്ക്ക് നൽകിയിരുന്ന 25 രൂപയുടെ സബ്സിഡിക്ക് പകരം തെരഞ്ഞെടുപ്പ് കാലത്ത് 50 രൂപ നൽകിയത്. എന്നാൽ നിലവിലെ സാഹചര്യത്തിൽ ഇതും ലാഭമല്ലാതായി മാറി. ജനുവരി മുതൽ മെയ് വരെയുള്ള മാസങ്ങളിൽ തീരം ചൂടുപിടിക്കുന്നതിനാൽ മത്സ്യങ്ങൾ ആഴക്കടലിലേക്കാണു. തീരദേശത്ത് മാത്രമായി പ്രവർത്തിക്കുന്ന പരമ്പരാഗത യാനങ്ങൾക്ക് കൂടുതൽ ദൂരവും സമയവും എടുത്ത് മാത്രമേ മത്സ്യബന്ധനം സാധ്യമാകൂ. ഇന്ധനം കൂടുതൽ വേണ്ടിവരുന്ന ഈ മാസങ്ങളിലെ മണ്ണെണ്ണ വിലവർധന തൊഴിലാളികളുടെ കഞ്ഞൂടി മുട്ടിക്കും. വില വർദ്ധിച്ചതോടെ 50 തൊഴിലാളികൾ കയറുന്ന ഒരു ഇൻബോർഡ് വള്ളത്തിന് പ്രതിദിനം ശരാശരി 40,000 രൂപയെങ്കിലും ഇന്ധന ചെലവ് വരും. ഇൻബോർഡ് എഞ്ചിൻ യാനങ്ങൾക്കൊപ്പം ഉപയോഗിക്കുന്ന ഔട്ട്ബോർഡ് കാരിയർ വള്ളങ്ങൾക്ക് 40 HP-യുടെ 3 യൂണിറ്റുകൾ വരെ ആവശ്യമാണ്. 40 HP-യുടെ ഒരു യൂണിറ്റിന് മണിക്കൂറിൽ കുറഞ്ഞത് 20 ലിറ്റർ മണ്ണെണ്ണ വേണ്ടിവരുമെന്നാണ് മത്സ്യത്തൊഴിലാളികൾ പറയുന്നത്. ചെലവ് വർദ്ധിച്ചതോടെ ആഴക്കടലിൽ മത്സ്യബന്ധനം നടത്തുന്ന 35-40 പേർ മത്സ്യബന്ധനത്തിനായി പോകുന്ന ഡിസ്കോ വള്ളങ്ങൾ കടലിലേക്ക് ഇറങ്ങുന്നില്ല. അതിനനുസരിച്ച് മത്സ്യം ലഭിച്ചില്ലെങ്കിൽ വൻ സാമ്പത്തിക നഷ്ടമുണ്ടാകും. പ്രശ്നത്തിൽ സർക്കാർ അടിയന്തരമായി ഇടപെടണമെന്നാണ് മത്സ്യത്തൊഴിലാളികളുടെ ആവശ്യം.